എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ശർക്കര വെച്ചിട്ട് എങ്ങനെയാണ് പാൽപ്പൊടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ പണ്ട് മുതലേ ഉള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇത് അമ്മ പണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ഇതിൽ ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്, പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയൊരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. പിടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: പച്ചരി 1 ഗ്ലാസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പൊടി വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇത് 1 കപ്പ് തേങ്ങാപ്പാലാണ്, തേങ്ങയുടെ 1/4 പാൽ. പിന്നെ വേണ്ടത് 2/2 പാൽ 3 കപ്പ്. ഇത് സാധാരണ പാലാണ്, ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഏലക്കാപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ പച്ചരി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയല്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് വറക്കണം, അങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര വെള്ളം വേണമെങ്കിലും ഒഴിക്കാം, കാരണം ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറുക്കാൻ പോവുകയാണ്. അപ്പോൾ വെള്ളം എത്ര ഉണ്ടായാലും പ്രശ്നമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്ന കൺസിസ്റ്റൻസി ഇതാണ്. ഇനി ഒരു സോസ് പാൻ അല്ലെങ്കിൽ പാൻ അടുപ്പിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പച്ചരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് നമ്മുടെ പിടി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാല് ചേർക്കുന്നത്. അപ്പോൾ പാൽ കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 നുള്ളു ഉപ്പ് കൂടി ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറുകി വരുമ്പോൾ ഒരു നല്ല മാവ് പരുവത്തിലാകും. അപ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് പൊടി എടുക്കുന്നതിനെക്കാട്ടിലും ഇത് കൂടുതൽ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ നോക്കിയാണ് ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന നെയ്യുടെ ബാക്കി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ചൂടാണ്, ചൂട് മാറിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാണ്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉരുട്ടാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഉരുട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പിലും ആക്കിയെടുക്കാം. അപ്പം മൊത്തം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തേങ്ങാപ്പാൽ തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു വലിയ പാത്രം അടുപ്പിൽ വെക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 കപ്പ് 2/2 പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ പിടിയിട്ടിരിക്കുന്ന ലിക്വിഡ് കൂടുതൽ കട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാവ് ആദ്യം തന്നെ മാറ്റി വെക്കാവുന്നതാണ്. ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഇത്ര അധികം തിക്നെസ് വേണ്ട, അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിടി ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതിലിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പിടിയും തേങ്ങാപ്പാലും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുത്തു. ഇത് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം.
അപ്പോൾ പിടിയും തേങ്ങാപ്പാലും ശർക്കരയും കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എനിക്കിത്ര തിക്നെസ് മതി, ഒരുപാട് കുറുകിയിരിക്കുന്നത് ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് മാവ് മാറ്റി വെക്കുക, അത് അവസാനം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി, ഇത് കുറുകി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കട്ടിപ്പാലാണ്, അപ്പോൾ 1-ാം പാല് കൂടി ചേർത്തു. 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് അധികം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ആ പാല്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പിടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.